രാജ്യാന്തര അവയവ കച്ചവട കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിൽ റാക്കറ്റിൽ ഉൾപ്പെട്ട ഹൈദരാബാദ് സ്വദേശിയെ പിടികൂടുകയാണ് ലക്ഷ്യം. വൃക്ക നൽകാൻ സന്നദ്ധരാകുന്നവരെ കണ്ടെത്തിയിരുന്നത് ഇയാളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഹൈദരാബാദിലേക്ക് അന്വേഷണം നീളുന്നു. അന്വേഷണ സംഘം ഹൈദരാബാദിലാണ് ഇപ്പോഴുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, അന്വേഷണ സംഘം ഹൈദരാബാദിൽ വ്യാപക പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രതി ഈ ഹൈദരാബാദിലുണ്ട്. ഹൈദരാബാദ് സ്വദേശിയാണ്. ഇയാളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഈ അവയവം നൽകാൻ സന്നദ്ധരായ വ്യക്തിയെ, അതായത് ഡോണേഴ്സിനെ കണ്ടെത്തിയിരുന്നത് ഇയാളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ 2 ദിവസത്തിനകം തന്നെ ഇതിലൊരു ബ്രേക്ക് ത്രൂ, അതായത് മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ഇതിൽ നേരത്തെ ഇപ്പോൾ 2 പേരെ അറസ്റ്റായിട്ടുണ്ട്. ഒന്ന് സാബിത് നാസർ, മറ്റൊന്ന് സജിത് ശ്യാം. അതിൽ സാബിത് നാസറും മറ്റൊരു പ്രതിയായി വരുന്ന മധുവും ആണ് ഇറാനിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് എന്നതാണ് പോലീസ് പറയുന്നത്. അതിൽ മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു. ഇന്റർപോളിന്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇയാളുടെ പാസ്പോർട്ട് റദ്ദാക്കി കൊണ്ടുവരാനും ശ്രമം നടക്കുകയാണ്. 4 പ്രധാനപ്പെട്ട അക്യൂസ്ഡാണ് ഈ കേസിലുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ അതിൽ 2 പേർ അറസ്റ്റിലായിക്കൊണ്ട് മറ്റ് 2 പേരെ പിടികൂടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിൽ നടത്തുന്നു. ദക്ഷിണേന്ത്യയിൽ ഈ ഡോണേഴ്സിനെ കണ്ടെത്തിയിരുന്നത് ഇയാളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ശരി രാഗൻ.